അപ്പോൾ ദേ വൈകിട്ട് നമുക്ക് ഇന്ന് കഴിക്കാനായിട്ട് കുറച്ച് കപ്പ മേടിച്ചുകൊണ്ട് വന്നിട്ടോ ചേട്ടൻ. മലയാളിക്കടയിൽ പോയപ്പം കുറച്ച് കപ്പ മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്ന ചിക്കൻ്റെ കുറച്ച് ബാക്കി, ബിരിയാണി വെച്ചതിൻ്റെ കുറച്ച് ബാക്കി ചിക്കൻ ഞാനെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് നമുക്ക് ചിക്കൻ കറിയും വെക്കാം, കപ്പ പുഴുക്ക് ഉണ്ടാക്കുകയും ചെയ്യാമായിരുന്നു. ഇവിടെ കപ്പ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, മക്കൾക്കായാലും കപ്പ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് പെരിഞ്ചീരകമൊക്കെ പൊട്ടിച്ചു. അതിനുശേഷം ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും പിന്നെ സവോളയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം കേട്ടോ. ഞാൻ തേങ്ങാപ്പാലിലാണ് ഇപ്പം ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നല്ല ഗ്രേവി ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ അടിച്ച് ഒരു സൈഡിൽ വെച്ചു. ഈ സമയം കൊണ്ട് നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന പോലെ മസാലകളൊക്കെ മൂപ്പിക്കുന്ന സമയത്ത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ അടി പിടിച്ച് പോകും. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിളക്കി നന്നായിട്ട് ചിക്കനൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി കുറച്ച് വെള്ളത്തിന് കുറവും കൂടി ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തേ. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. അത് അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പ നന്നാക്കി എടുക്കാമേ. എനിക്കിവിടെ കപ്പ നമ്മൾ ചെണ്ടപ്പുഴുക്ക് പുഴുങ്ങില്ലേ, അങ്ങനെ പുഴുങ്ങിയെടുക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം പുഴുക്ക് പോലെ ഉണ്ടാക്കി കഴിക്കാനാണ്. പക്ഷെ ബാക്കിയുള്ളവർക്കെല്ലാം ഇഷ്ടം മറ്റേ ചെണ്ടപ്പുഴുക്ക് പുഴുങ്ങി അങ്ങനെ മുളകൊക്കെ കൂട്ടി കഴിക്കാനാണ് ഇവിടെ ബാക്കിയുള്ളവർക്കിഷ്ടം. എപ്പോഴും അങ്ങനെ മാത്രം ഉണ്ടാക്കിയ രസമില്ലല്ലോ എന്ന് വിചാരിച്ച് ഇടയ്ക്കൊക്കെ ഞാൻ ഇതുപോലെ പുഴുക്കും ഉണ്ടാക്കും കേട്ടോ. പ്രത്യേകിച്ച് മീൻ കറിയോ ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ പുഴുക്ക് ഉണ്ടാക്കി കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. അതിലേക്ക് കുറച്ച് തക്കാളി ഞാൻ അരിഞ്ഞിട്ടിട്ട് മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുത്തു. അതും വെന്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിച്ചു. അതിനുശേഷം മല്ലിയിലയും കൂടി ഇട്ട് മൂടി വെച്ച് ഫ്ലെയിം ഓഫാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കപ്പ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല വേവുന്ന നല്ല അടിപൊളി കപ്പയായിരുന്നു കേട്ടോ. നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കപ്പയൊക്കെ നല്ല വെന്ത്. ഇനി നമുക്ക് ചിക്കൻ കറിയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഡിന്നർ എന്തായാലും കഴിക്കാം. അപ്പോൾ നിങ്ങളെന്താണ് ഇന്ന് ഡിന്നറിന് ഉണ്ടാക്കുന്നതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.